നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിടത്തൊരിടത്ത് ഒരമ്മയും മകനും ഉണ്ടായിരുന്നു. താരാട്ട് പാടി മകനെ ഉറക്കുന്ന അമ്മ, അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മകൻ. ഒരു പ്രഭാതത്തിൽ ആ അമ്മ ഉറക്കം ഉണർന്നില്ല. ആ മകനെ തനിച്ചാക്കി അമ്മ സ്വർഗത്തിലേക്ക് പോയി. അമ്മയുടെ ഓർമ്മകളുമായി ആ മകൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മകന്റെ ബർത്ത്ഡേ അടുത്തപ്പോ സ്വർഗത്തിലുള്ള അമ്മയ്ക്ക് നല്ല വിഷമം. ഇതിനു മുമ്പുള്ള എല്ലാ ബർത്ത്ഡേക്കും ആ മകന് ആ അമ്മ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ജന്മദിനത്തിന് അതിന് കഴിയുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് ആ അമ്മ തന്റെ സങ്കടം ദൈവത്തോട് പറഞ്ഞു. എന്നിട്ട് അപ്പോ ദൈവം പറഞ്ഞു, വഴിയുണ്ടാക്കാം. എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്, ഞാനത് അവന് എത്തിച്ചു കൊടുക്കാന്ന്. പക്ഷേ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ആ അമ്മ പറഞ്ഞു, അവന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ഗിഫ്റ്റ് ആയിരിക്കണമെന്ന്. അവൻ എന്റെ അടുത്ത് എത്തുന്നത് വരെ ആ ഗിഫ്റ്റ് നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന്, പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കണമെന്ന്. അങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവോ? ദൈവത്തോടല്ലേ പറഞ്ഞത്? ദൈവത്തിന്റെ കയ്യില് എന്താ ഇല്ലാത്ത? എന്നിട്ട് എന്ത് ഗിഫ്റ്റാ ദൈവം ആ മകന് കൊടുത്തത്? എന്തായിരിക്കും? എനിക്കറിയില്ല. എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഗിഫ്റ്റ് ആയിരിക്കും, അതുറപ്പാ. ആ ജന്മദിനത്തിന്റെ അന്ന് അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നു. പെൺകുട്ടി? എന്നിട്ട് എന്നിട്ട് അവസാനം ഈ കഥ എഴുതിയ ആള് പറയുന്നു, നിഷ്കളങ്കമായ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഭാര്യയായി ആ പെൺകുട്ടി അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. അതായിരുന്നു ദൈവം അവന് കൊടുത്ത പിറന്നാൾ സമ്മാനം. അത് സത്യമായിരിക്കോ? പാർവതിക്ക് എന്ത് തോന്നുന്നു? എനിക്കറിയില്ല. പക്ഷേ ഈ കഥയിൽ പറഞ്ഞ ഒരു കാര്യം സത്യം. സ്വർഗത്തിൽ പോയ അമ്മ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മകന് ഒരു സമ്മാനം കൊടുത്തയക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.